ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. വ്യാസോൽപത്തിയെക്കുറിച്ച് കേൾക്കാം. ജനമേജയ രാജാവ് സർപ്പസത്രം നടത്തുന്ന കാലം. ഒരു ദിവസം വേദവ്യാസനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും യാഗശാലയിൽ വരികയുണ്ടായി. രാജാവ് മഹാഭാരത കഥ കേൾക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വ്യാസന്റെ ശിഷ്യനായ വൈശംപായനൻ അദ്ദേഹം മഹാഭാരത കഥ രാജാവിനെ കേൾപ്പിച്ചു കൊടുത്തു. വൈശംപായന മഹർഷി പറഞ്ഞു തുടങ്ങി. പണ്ട് മഹാത്മാവായ വേദവ്യാസ മഹർഷിയാൽ അരുളി ചെയ്യപ്പെട്ടതാണ് ഈ പുണ്യകഥ. 6000 ശ്ലോകങ്ങൾ അടങ്ങിയതാണിത്. വേദങ്ങളെപ്പോലെ വിശിഷ്ടമാണ് മഹാഭാരതം. ജയം എന്നത്രേ ഇതിന്റെ മറ്റൊരു പേര്. ഈ കഥ കേൾക്കുന്നവരുടെ പാപമെല്ലാം വിട്ടൊഴിയും. രാഹു വിട്ട ചന്ദ്രനെ പോലെ ബുദ്ധി തെളിയും. ധർമ്മശാസ്ത്രവും അർത്ഥശാസ്ത്രവും മോക്ഷശാസ്ത്രവുമാണ് മഹാഭാരതം എന്നത്രേ വ്യാസമുനി പറയുന്നത്. ഈ കഥ കേട്ടറിയുന്നവൻ സ്വർഗം നേടിയിരിക്കുന്നവനേക്കാൾ മനസുഖം നേടും. മഹായാഗങ്ങൾ ചെയ്യുന്ന ഫലം ഈ കഥ കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും കിട്ടുന്നതാണ്. 3 വർഷം കൊണ്ടാണ് വ്യാസൻ ഈ അത്ഭുതകരമായ മഹാകാവ്യം നിർമ്മിച്ചത്. മഹാഭാരതത്തിൽ എല്ലാം ഉണ്ട്, ഇതിലില്ലാത്തത് മറ്റെങ്ങും തന്നെ ഇല്ലതാനും. ഇങ്ങനെ മഹാഭാരത മാഹാത്മ്യം ചുരുക്കി പറഞ്ഞിട്ട് വൈശംപായനൻ വ്യാസന്റെ ഉൽപ്പത്തിക്കഥ പറഞ്ഞു തുടങ്ങി. പണ്ട് യമുനാ നദിയിൽ നിന്ന് പിടിച്ച ഒരു കൂറ്റൻ മത്സ്യത്തിന്റെ വയറ്റിൽ മുക്കുവർ ഒരു പെൺകുഞ്ഞിനെ കണ്ട് അത്ഭുതം പൂണ്ടു. ആ കുഞ്ഞിനെ മുക്കുവത്തലവനായ ദാശൻ എടുത്തു വളർത്തി. മത്സ്യഗന്ധമായിരുന്നു ആ കുഞ്ഞിന്. അതിസുന്ദരിയായ ആ മത്സ്യഗന്ധി അച്ഛന്റെ വഞ്ചി തുഴഞ്ഞ് യാത്രക്കാരെ മറുകരയിൽ എത്തിച്ചു പോന്നു. ഒരിക്കൽ തോണി കയറാൻ വന്ന പരാശര മഹർഷി ആ സുന്ദരിയെ കണ്ട് മോഹം പൂണ്ടു. മഹർഷിയുടെ അനുഗ്രഹത്താൽ മത്സ്യഗന്ധം മാറി കസ്തൂരിഗന്ധിയായി തീർന്നു ആ പെൺകിടാവ്. അവളിൽ പരാശരന് ഒരു ദിവ്യനായ പുത്രൻ ജനിച്ചു. അതിബാല്യത്തിൽ തന്നെ ആ കുമാരൻ അമ്മയെ തൊഴുത് അനുമതി വാങ്ങി തപസ് ചെയ്യുവാൻ പോയി. ഈ കുമാരനത്രേ പിന്നീട് വ്യാസ മഹർഷി എന്ന് പുകഴ് നേടിയത്. വേദങ്ങളെ പകുക്കയാൽ അദ്ദേഹം വേദവ്യാസനായി തീർന്നു. വേദങ്ങളെ 4ആയി പകുത്തതു കൂടാതെ വേദതുല്യമായ മഹാഭാരതത്തെയും അദ്ദേഹം നിർമ്മിച്ചു. കസ്തൂരിഗന്ധിയാകട്ടെ യമുനയിൽ വഞ്ചി കടത്തി കഴിഞ്ഞു പോന്നു. വ്യാസമഹർഷി കൃഷ്ണദ്വൈപായനൻ എന്ന് വിളിക്കപ്പെടുന്നു. കാളിന്തി നദിയിലെ ഒരു ദ്വീപിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ, അങ്ങനെ കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നറിയപ്പെടുന്നു. സത്യവതി എന്നാണ് കസ്തൂരിഗന്ധിയുടെ പേര്. സത്യവതിയിൽ നിന്നാണ് കൗരവരുടെയും പാണ്ഡവരുടെയും കഥകളെല്ലാം ആരംഭിക്കുന്നത്. സത്യവതി ശന്തനു മഹാരാജാവിനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ശന്തനു രാജാവിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് യയാതി എന്ന രാജാവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. യയാതിയുടെ കഥ കേൾക്കാം. ദേവന്മാരും അസുരന്മാരും തമ്മിൽ കഠിനമായ മത്സരം നടക്കുന്ന കാലം. എല്ലാ സംരംഭങ്ങളിലും ജയം നേടുവാൻ വേണ്ടി ദേവകൾ ബൃഹസ്പതിയെ തങ്ങളുടെ ഗുരുവാക്കി. അസുരന്മാരാകട്ടെ ശുക്രമഹർഷിയെ ആചാര്യനായി കൈക്കൊണ്ടു. അങ്ങനെ ദേവാസുര യുദ്ധങ്ങൾ ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരുന്നു. ദേവന്മാരെയെല്ലാം അമ്പരിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അസുര സൈന്യം എന്നും ഒരേ നിലയിൽ നിന്നു. എത്ര പേർ യുദ്ധത്തിൽ മരിച്ചാലും സൈന്യത്തിൽ കുറവില്ല. അത് കണ്ട ദേവകൾ അതിന്റെ കാരണം അന്വേഷിച്ചു. ശുക്രമഹർഷി മൃതസഞ്ജീവനി മന്ത്രത്താൽ മരിക്കുന്ന അസുരന്മാരെ ഉടനടി ജീവിപ്പിക്കുകയാണെന്നറിഞ്ഞ് ദേവന്മാർ വിഷണ്ണരായി. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച അവർ ഒടുവിൽ ഒരു മാർഗം കണ്ടുപിടിച്ചു. ബൃഹസ്പതിയുടെ പുത്രനായ കജനെ സമീപിച്ച് അവർ അപേക്ഷിച്ചു, ഈ ആപത്തിൽ ഞങ്ങൾക്ക് തുണ ചെയ്യണം. ശുക്രമഹർഷിയുടെ പക്കൽ നിന്ന് മൃതസഞ്ജീവനി മന്ത്രം വശമാക്കണം. മഹർഷിയുടെ പ്രിയപുത്രിയായ ദേവയാനിയെ പ്രസാദിപ്പിച്ചാൽ ഈ മന്ത്രം അങ്ങേക്ക് നേടുവാൻ സാധിക്കും. അങ്ങേക്ക് മാത്രമേ ഞങ്ങൾ രക്ഷിക്കുവാൻ കഴിയൂ. ആ അപേക്ഷ സ്വീകരിച്ച കജൻ രാജധാനിയിലേക്ക് പോയി. കജൻ വിദ്യ നേടുന്ന കഥ നമുക്ക് മറ്റൊരവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.